ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ചുടലാട്ടോ. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഉണ്ണിയപ്പവും ചുടണം. മോളിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഉണ്ണിയപ്പം ചുട്ടു തരുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു സമയം കിട്ടട്ടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അരി പൊടിച്ച് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അരിപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ. അരി ഞാൻ തലേ ദിവസമേ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, പച്ചരിയെ. പിന്നെ അതൊക്കെ അരി തള്ളിയെടുക്കുക കേട്ടോ ചെയ്തത്. 1 കിലോയോളം അരി ഞാൻ പൊടിച്ചു. കുറച്ച് ഉണ്ണിയപ്പത്തിനും എടുക്കാം, കുറച്ച് നമുക്ക് രാവിലെ അപ്പത്തിനും കലക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം വൈകുന്നേരത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ അതിന് വേണ്ടുന്ന ഏലക്കായും ചെറുജീരകവും കുറച്ച് തേങ്ങയും ഒരു സ്വല്പം തേങ്ങയും കൂടി കൂട്ടിയാട്ടോ ഇതരയ്ക്കുന്നത്. ഇതരച്ച് നമുക്കിത് ഉണ്ണിയപ്പത്തിന് ചേർക്കും കേട്ടോ. പിന്നെ ഉണ്ണിയപ്പത്തിലേക്ക് അരിപ്പൊടിയിലേക്ക് കുറച്ച് അരിപ്പൊടി ഒരു ചെറിയ കപ്പ് 2-3-4 സ്പൂൺ ഉണ്ടാവും കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. മൈദപ്പൊടി ചേർക്കുന്നത് ഇതിനൊരു മയം വരാൻ വേണ്ടിയിട്ടാട്ടോ. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ നമുക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് നമ്മുടെ ജീരകവും ഏലക്കായും പൊടിച്ച് അരച്ചാട്ടോ തേങ്ങ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് അരച്ച് അതും ചേർത്തു. പിന്നെ ഈ ശർക്കര ഇത് കണ്ടില്ലേ, ഇത് ഈ വാഴപ്പഴം ഞാലിപ്പൂവൻ പഴമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പാളയംകോടൻ പഴം എടുക്കുക, ഞാലിപ്പൂവൻ പഴമായിരുന്നു, അത് കൂട്ടി ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പം ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ല പഴം, ഒരു ചെറിയൊരു കഷ്ണം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, അത് അരച്ചതിനകത്തേക്ക് ചേർത്തു. പിന്നെ ശർക്കരയാട്ടോ എടുത്തത്. ഈ ഉണ്ണിയപ്പം ചുടുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ലോണം കലക്കി മിക്സാക്കി വെച്ചാൽ മതി. ഇതിലേക്ക് ഈ സമയത്ത് വേണേൽ നമുക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. എള്ള് ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ ചെറിയ തരിക്കൊത്ത് വേണേൽ ഈ വറുത്ത് ഇതിനകത്തിടാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനൊന്നും ചേർത്തില്ല കേട്ടോ, വെറുതെ ഉണ്ണിയപ്പം ചുട്ടെടുക്കുക കേട്ടോ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഒന്നും കടിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ, തേങ്ങാക്കൊത്തൊന്നും കടിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണ് കേട്ടോ, വെറുതെ ഉണ്ണിയപ്പം കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈസ്റ്റ് തീർന്നു പോയി. എൻ്റെ വിചാരം ഈ കുപ്പിക്കകത്ത് ഈസ്റ്റ് ഇരിപ്പുണ്ടെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് കുറേ നാളായി മേടിച്ച ഈസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ഈസ്റ്റായിരുന്നു കേട്ടോ. ഒരു നുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു നമ്മുടെ കൈയുടെ അറ്റത്തൊന്ന് ഒന്നിട്ടാൽ മതി, നല്ല ഈസ്റ്റായിരുന്നു. പക്ഷേ അത് തീർന്നു പോയിരുന്നു കേട്ടോ, കുറച്ചേ ഉള്ളായിരുന്നു. അത് ഉള്ളതൊക്കെ തട്ടിക്കൊട്ടി അതിലൊക്കെ ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ഇത് ഉച്ചയ്ക്ക് ചുടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അരി പൊടിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ അരിയൊക്കെ പൊടിച്ചത്. അതുകൊണ്ട് ഇനിയും വിചാരിച്ചു ഇത് കലക്കി എടുത്ത് വയ്ക്കാം, നാളെ രാവിലെ ചുടാന്ന് കേട്ടോ. ഇല്ലാതെ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ ചുടാനുള്ള സമയമില്ല കേട്ടോ. ഉണ്ണിയപ്പം കുറച്ച് നമ്മൾ സമയം എടുത്ത് ചുടേണ്ട ഒരു പലഹാരം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സൂക്ഷ്മതയോടുകൂടി വേണം ചുടാൻ. ഈ എണ്ണയിലേക്ക് ഒഴിക്കലും അതിൻ്റെ തിരിച്ചിടലും ഒക്കെ, അതുകൊണ്ട് സമയമെടുത്ത് ചുടേണ്ടതുകൊണ്ട് നമ്മൾ തിരക്കിനകത്തൊന്നും അത് ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഈ തിളച്ച എണ്ണയിലേക്കല്ലേ ഒഴിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ചുടാൻ വേണ്ടിയിട്ട് ഒരു സമയം നാളെ രാവിലെ ആക്കി കേട്ടോ. അപ്പം ലേശം നേരത്തെ എഴുന്നേറ്റാൽ മതിയില്ല. അപ്പം നമുക്ക് പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അത് ചുടുക. അങ്ങനെ പിന്നെ ഞാൻ മറ്റേ കള്ളപ്പം എന്ന് പറഞ്ഞില്ലേ, തലേദിവസം കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അപ്പം കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അപ്പവും കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അപ്പത്തിനും എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഈച്ച ശല്യം ഞാൻ പറഞ്ഞില്ലേ, പിനോയിലൊഴിച്ച് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അരി ശർക്കര ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈച്ചയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ
ഒരു 40 അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ എഴുന്നേറ്റു കേട്ടോ രാവിലെ. എന്താണെന്ന് വെച്ചാൽ പണിയൊക്കെ ഒരുമാതിരി ഒരുക്കി വെച്ചിട്ട് വേണം. നമ്മൾ തലേദിവസത്തെ ഉണ്ണിയപ്പം ഇല്ലേ, അത് കലക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു പാത്രത്തിലാട്ടോ ഞാൻ ഇത് എടുത്ത് വെച്ച്. എന്താണെന്നറിയോ, ഇത് ഒന്നാമത്തെ കാര്യം പുളിച്ചു പോകാതിരിക്കും ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി പുളിച്ചു പോകാതിരിക്കാനും. പക്ഷെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ മാവിനകത്ത് ജോനാൻ ഉറുമ്പ് കയറിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെയൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചു. പിന്നെ എങ്ങനെ ജോനാൻ കയറും? അതുകൊണ്ട് അതൊരു ടിപ്സാട്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഉറുമ്പ് കയറുമ്പോൾ പാത്രം എടുത്ത് വെള്ളത്തിൽ ഏത് പാത്രത്തിലാണോ ഉറുമ്പ് കയറുന്നത് ആ പാത്രത്തിൽ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അത് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഉറുമ്പ് കയറിയല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ ഓരോ ടിപ്സുകളൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പം അപ്പത്തിനുള്ളത് ഞാൻ മുറ്റത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ അത് പുറത്ത് അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം പുറത്ത് വെച്ചും ചുട്ടോളൂ കേട്ടോ. അപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ തിളച്ച് വെന്തു. ഞാൻ അരിയൊക്കെ ഇട്ട് കണ്ടില്ലേ. പിന്നെ കഞ്ഞിയൊക്കെ വെന്തു. പിന്നെ തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി മോന് ലഞ്ച് ബോക്സ് തയ്യാറാക്കണം. പിന്നെ അതേ അപ്പം ചുടാൻ ഇറങ്ങിയിട്ട് നേരം വെളുത്തിട്ടില്ല കേട്ടോ. നേരം പരുപരാന്ന് വെളുത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചാട്ടോ അപ്പം ചുടുന്നത്. പുറത്തൊന്നും ശരിക്കും വെട്ടം വീണിട്ടില്ല കേട്ടോ. അങ്ങനെ ചുട്ട് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ വെട്ടമൊക്കെ വന്നു കേട്ടോ. പിന്നെ പുറത്ത് വെട്ടമൊക്കെ വന്നു. പിന്നെ ഞാൻ അടിച്ചൊക്കെ വാരാൻ തുടങ്ങി കേട്ടോ. നേരം പുലരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നേരം പുലരുകയും വേഗം സമയം പോവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഒട്ടും നേരം വെളുക്കത്തുമില്ല അല്ലേ. അപ്പോൾ ഈ തേക്കുള്ള നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഇലയാട്ടോ. മഴയായതുകൊണ്ടും നമുക്ക് മുറ്റമൊന്നും അടിച്ചു വാരാതെ ഒരു നിർവാഹമില്ല കേട്ടോ. പിന്നെ നമുക്ക് അടിച്ചു വാരിയ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് നടക്കുമ്പോഴല്ലേ നമുക്കൊരു ആശ്വാസമുള്ളൂ. എനിക്ക് അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞാൽ മുറ്റത്ത് കാട് പിടിച്ചിരിക്കുന്നതിൽ കൂടി നടക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുറ്റത്തൂടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഞാൻ മുറ്റത്തൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനും ചെടികൾ നോക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് മുറ്റം അടിച്ചു വാരിയിടണം എപ്പോഴും നമുക്ക് വൃത്തിയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കരികിലെയോ മുറ്റത്ത് അഴുക്കൊണ്ട മഴയാണെന്ന് വിചാരിച്ച് മടി പിടിച്ച് ആരും മുറ്റം അടിക്കാതെ ഇരിക്കല്ലോ കേട്ടോ. അപ്പോൾ മടി പിടിച്ച് ഇരിക്കുന്നവർ കൂടിയിട്ടാണ് ഞാനീ പറയുന്നത്. മഴ മാറുന്ന സമയം നോക്കി രാവിലെ മഴയ്ക്കൊരു തോർച്ച ഉണ്ടാവും കേട്ടോ. ആ തോർച്ചയ്ക്ക് നമ്മൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാനും സാധ്യതയുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ പായലൊക്കെ പോലെ പിടിക്കും. പിന്നെ എന്തെങ്കിലും പഴത്തൊലിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മുറ്റമല്ലേ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന വീടും അതിൻ്റെ പരിസ്ഥിതികളും നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ. അപ്പം നമ്മുടെ അടുത്ത വണ്ടി വീട്ടിലെ ചേട്ടൻ വണ്ടി കൊണ്ട് പോയിട്ടോ. 6 മണിയാകുമ്പോഴാണ് കേട്ടോ ചേട്ടൻ വണ്ടിയായിട്ട് പോകാറ്. അപ്പോൾ അമ്മ പിന്നെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു കേട്ടോ. ഇക്രൂനും പീറ്റൂനും രാവിലെ വെച്ചത് നമ്മളൊക്കെ കഴിക്കാനുള്ള കഞ്ഞിയാണ്. പിന്നെ വെച്ചത് കുടിവെള്ളവും ഇക്രൂനും പീറ്റൂനും ഉള്ള കഞ്ഞിക്കുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ ഈ കപ്പ്, ഇത് MVR മോന് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ അവിടുന്ന് കിട്ടിയ കപ്പാട്ടോ. അവർ സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കാവേ. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് ഇനി ചായ തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ രാവിലെ അവന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കട്ടൻ ചായ എടുത്തത് അവൻ്റെ കപ്പിലാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിയപ്പം ഒക്കെ സ്മൂത്തായിട്ട് അത്യാവശ്യം നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ചേച്ചിയോട് നമ്മൾ കുറച്ച് ഈസ്റ്റ് മേടിച്ചിരുന്നു കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. പിന്നെ മറ്റേ കലക്കി വെച്ചതിന് ഈസ്റ്റ് വേണ്ടിയിരുന്നില്ലേ. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയോട് കുറച്ച് ഈസ്റ്റ് മേടിച്ചു കേട്ടോ. ചേച്ചി എൻ്റെ അടുത്തും വന്ന് ഈസ്റ്റ് മേടിച്ചുകൊണ്ട് പോലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ മേടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റുമോ. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയോട് ഞാൻ പോയി കുറച്ച് അമ്മയാട്ടോ പോയി മേടിച്ചുകൊണ്ട് വന്നത്. കുറച്ച് ഈസ്റ്റ് മേടിച്ച് കലക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡിയായി. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ പഴം ചേർത്തത് മറ്റേ നമ്മുടെ ഞാലിപ്പൂവനാണ് എങ്കിൽ പോലും നല്ല മധുരവും സോഫ്റ്റും ഒക്കെയുള്ള നല്ല ഉണ്ണിയപ്പമായിരുന്നു. അരിപ്പൊടിയല്ലേ നമ്മൾ
കൂടുതലും അരിപ്പൊടി തന്നെയാട്ടോ ചേർത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ മൈദ മാവ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചുട്ടയപ്പത്തെ കുറച്ച് എടുത്ത് വെച്ചു കേട്ടോ. നമ്മൾ വിളക്ക് വയ്ക്കുന്നിടത്തൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചുടുമ്പോഴൊക്കെ അല്ലേ, വല്ലപ്പോഴും ഒക്കെ അല്ലേ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കാറുള്ളൂ. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് നമ്മുടെ വിളക്ക് വയ്ക്കുന്നിടത്തും കൊണ്ടുപോയി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് കുളിക്കണം കേട്ടോ. നല്ലോണം ഈ ഉണ്ണിയപ്പമൊക്കെ ചുട്ട് വിയർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുളിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് മത്തിയും മീനും ഒന്നും വെട്ടുന്നതോ അതിലൊന്നും ഇല്ല. ബോറടിക്കുന്നത് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് ഉണ്ണിയപ്പം കണ്ട് എല്ലാവരും ഉണ്ണിയപ്പമൊക്കെ ആവോളം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ, ഉണ്ണിയപ്പ വിശേഷങ്ങളൊക്കെ ആട്ടോ ഇന്ന്. പിന്നെ വീഡിയോ ടൈലിടുന്ന ഇച്ചിരി നേരം കാണിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇനിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചു, കുളിച്ചു, കുറി തൊട്ടു. അപ്പോഴത്തേക്കും മോന് പോകാൻ ടൈമും ആയി കേട്ടോ. അവൻ പോയി. പിന്നെ ഞാനും അമ്മയൊക്കെ അവനെ യാത്രയൊക്കെ അയച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തുടയും അടിക്കലും ഒക്കെ കഴിച്ചിരുന്നു കേട്ടോ. കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ. രാവിലെ തന്നെ വിളക്ക് വയ്ക്കുമ്പോൾ എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലത് മാത്രം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.